സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ആരാധനകൾ മനസ്സറിഞ്ഞ് നിർവഹിക്കാൻ അതിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് ആരാധനകളിൽ വ്യാപൃതരാകുവാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ നിലനിർത്താൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു ഘടകമാണ് ഇഹ്സാൻ ആവുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ഒരിക്കൽ ചോദിച്ചു, മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറയുന്നത് എന്താണ്, ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന പദത്തിന് നൽകിയ നിർവചനം അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ ആ റബ്ബിനെ കാണുന്നില്ല. എന്നാൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുന്നതാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിനെ കാണുന്നത് പോലെ നമ്മൾ ആരാധനകൾ നിർവഹിക്കുക. ഈ ഒരു ബോധത്തോടു കൂടി ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അള്ളാഹു എന്നെ കാണുന്നുണ്ട്, സദാസമയവും എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കർമ്മങ്ങൾ സസൂക്ഷ്മമായി അറിയുന്നവനാണ്. അവനറിയാതെ എനിക്കൊരു കാര്യത്തെ ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ പോലും കഴിയില്ല. എന്റെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും അറിയുന്നവനാണ് ആ റബ്ബ് സുബ്ഹാനഹു വ തആല. എന്റെ ഹൃദയങ്ങളിലെ വിചാരവികാരങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഈ ഓർമ്മ ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ ആരാധനകൾ എങ്ങനെയാണ് മോശമാവുക? ഇബാദത്തുകൾ സക്രിയമാക്കുവാനും സജീവമാക്കുവാനും മനസ്സറിഞ്ഞുകൊണ്ട് ഇവ നിർവഹിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധനകൾ നിർവഹിക്കുക എന്നത്. നമുക്ക് ഭൗതിക ജീവിതത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം പെട്ടെന്ന് ബോധ്യപ്പെടും. നമ്മളൊരു ജോലി സ്ഥലത്ത്, ഒരു ഓഫീസിൽ ജോലിക്ക് ചേരുന്നു. ഓഫീസിലേക്ക് കയറുന്നതിന്റെയും ഇറങ്ങുന്നതിന്റെയും ഒക്കെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ, അതിന്റെ ഹാജർ കൃത്യമായി രേഖപ്പെടുത്തിയാൽ നമ്മൾ നേരം വൈകുകയോ നേരത്തെ പോകുകയോ ഒക്കെ ചെയ്യുമോ? ഇല്ല. കാരണം അതവിടെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നാം ജോലി ചെയ്യുന്ന ജോലിയുടെ സ്റ്റാറ്റസ്, ഏൽപ്പിച്ച ജോലികൾ എവിടെ വരെ എത്തി, ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലോ അത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ ആ ജോലിയിൽ നമ്മൾ വീഴ്ച വരുത്തുമോ? അത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോലിയിലെ പെർഫോമൻസ് ആഴ്ചയിലോ മാസത്തിലോ അത് വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിൽ, അത് കൃത്യമായി ആ ജോലിയെ സംബന്ധിച്ച് അതിന്റെ വിലയിരുത്തലുകൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലിയിൽ വീഴ്ച വരുത്തുമോ? ഇല്ല. നമ്മളൊരു ജോലിക്ക് ഹാജരാകുമ്പോൾ, ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ അപ്രൈസൽ അത് പരിശോധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് വരികയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രൊമോഷൻ, നമ്മുടെ ഇൻക്രിമെന്റ് ഒക്കെ തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ ആ ജോലിയിൽ വീഴ്ച വരുത്തുമോ? ഇല്ലേ, ഇല്ല. അത് പരിശോധിക്കപ്പെടുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. അതേപോലെ തന്നെ എന്നാൽ ഇതിനേക്കാൾ കൃത്യമായ ഒരു നിരീക്ഷണവും വിലയിരുത്തലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവാണ് ആരാധനകളിൽ സക്രിയമാകാനും ആരാധനകളിൽ സജീവമാകാനും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ആരാധനകളിൽ നിലനിൽക്കുവാനും നമുക്ക് പ്രേരണ നൽകുന്നത്. റഖീബും അതീദും രേഖപ്പെടുത്താതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഒരു കാര്യവും നമ്മൾ സംസാരിക്കുന്നേയില്ല, പറയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഇത് മുഴുവൻ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വീണ്ടും ഖുർആൻ പറയുന്നത് ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലുസ് സാലിഹു യർഫഉഹു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ
ഉത്തമ വചനങ്ങൾ അള്ളാഹുവിങ്കലേക്കാണ് കയറിപ്പോകുന്നത്. നല്ല പ്രവർത്തനത്തെ അവൻ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രവർത്തനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവങ്കലേക്ക് ഉയർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമ്മളെ സദാ നോക്കിക്കൊണ്ടിരിക്കുന്നു, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. റകീഉം അതീദും നമ്മുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആരാധനകളിൽ നമുക്ക് അലംഭാവം ഉണ്ടാക്കാൻ കഴിയുക? എങ്ങനെയാണ് ജീവിതത്തിലെ നന്മകളിൽ നമുക്ക് വീഴ്ച വരുത്താൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകളിൽ നമുക്ക് പോരായ്മകൾ ഉണ്ടാക്കാൻ കഴിയുക? ഒരിക്കലും അതിന് കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവങ്കലേക്ക് അള്ളാഹുവിന്റെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ ഉയർത്തുന്നതിനെ കുറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി മലായികത്തും ബിന്നഹാർ. ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ചുറ്റിക്കറങ്ങുന്ന മലക്കുകൾ, രാത്രിയും പകലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ മനുഷ്യർക്കിടയിലുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി. അത് ആ മലക്കുകൾ അസ്ർ നമസ്കാരത്തിന്റെയും ഫജ്ർ നമസ്കാരത്തിന്റെയും സന്ദർഭങ്ങളിൽ അവർ ഒരുമിച്ച് കൂടുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ആ മലക്കുകൾ തിരിച്ചു ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നുണ്ട്, ഫയസ്അലുഹും വഹും അഅലമു ബിഹിം. അള്ളാഹുവിന് അറിയാം അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന്. എന്നാലും ആ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് വന്നത്? നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ അവരുടെ അവസ്ഥകൾ എന്തായിരുന്നു? ആ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുന്നവരായിരുന്നു, ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴും അവർ നമസ്കരിക്കുന്നവരായിരുന്നു. സുബഹി നമസ്കാരത്തിന്റെ നേരത്ത് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ ഉണ്ട്. അസർ നമസ്കാരം വരെ അവർ ഭൂമിയിലുണ്ട്. അസർ നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ ഭൂമിയിലേക്ക് കടന്നു വരുന്ന മലക്കുകളുണ്ട്. സുബഹി നമസ്കാരത്തിന്റെ സമയം വരെ ആ മലക്കുകൾ ഉണ്ടാകും. അവർ കടന്നു വരുമ്പോ എന്റെ അടിമകൾ അവർ സുബഹി നമസ്കാരത്തിലായിരുന്നു, അവർ തിരിച്ചു പോരുമ്പോ അവർ അസർ നമസ്കാരത്തിലായിരുന്നു. ഇവിടെ മറ്റൊരു പ്രയോഗം കൂടി പ്രവാചകന്റെ നമുക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് സുബഹി നമസ്കാരവും അസർ നമസ്കാരവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധനകളെ കുറിച്ച് മലക്കുകളോട് സംസാരിക്കുമെന്നത് നമ്മുടെ ആരാധനകളിൽ എത്രത്തോളം സൂക്ഷ്മതകൾ പാലിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ കൂട്ടത്തിൽ മലക്കുകളും അല്ലാഹുവും നടത്തുന്ന സംസാരികളുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടാകുമോ, നമ്മുടെ പേരുണ്ടാകുമോ എന്ന ഒരു ആത്മവിചാരണ, ആത്മപരിശോധന നമുക്കുണ്ടെങ്കിൽ ആരാധനകളുടെ കാര്യത്തിൽ സൂക്ഷ്മതകൾ പാലിക്കാൻ നമുക്കെപ്പോഴും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത്, തുഅറദു അഅ്മാലുൻ നാസി കുല്ല ജുമഅത്തിൻ മറത്തൈൻ. ഓരോ ആഴ്ചയിലും 2 തവണ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ഏതെല്ലാമാണ് 2 സമയങ്ങൾ? യൗമുൽ ഇസ്നൈൻ വയൗമുൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യരുടെ അമൽ സ്വാലിഹാത്തുകളെ ആകാശലോകത്തേക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു ഉയർത്തും. എന്നിട്ടോ വീണ്ടും പ്രവാചകൻ അതിനോട് ചേർത്ത് പറയുന്നു, വിശ്വാസിയായ ഓരോ അടിമയുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കളങ്കമില്ലാത്ത വിശ്വാസികളുടെ പാപങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് പ്രവാചകൻ ഒന്നുകൂടി ചേർത്ത് പറയുന്നു, ഇല്ല അബ്ദൻ, ഒരടിമയുടെ തൊഴിൽ, ഒരാളുടെ തൊഴിൽ. അയാളുടെ പ്രത്യേകത കാനത്ത് ബൈനഹു വബൈന അഖീഹി സഹന, അവനും അവന്റെ സഹോദരനും ഇടയിൽ ഷഹന ഉണ്ടാകും. ഷഹന എന്ന് പറഞ്ഞാൽ ശത്രുതയുണ്ടാകും, വിദ്വേഷമുണ്ടാകും. ഈ 2 ആളുകളുടെ തൊഴിലെ ബാക്കി എല്ലാവരുടെയും അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഉത്റകൂ ഹാദൈനി ഹത്താ യഫിഅ, ഓ 2 പേരുടെയും പെൻഡിങ്ങിൽ വെക്കുക, അവിടെ മാറ്റി വെക്കുക. അവർ 2 പേരുടെയും എന്ത് ചെയ്യേണ്ടതില്ല, സ്വീകരിക്കേണ്ടതില്ല, അവിടെ പെൻഡിങ്ങിൽ വെക്കുക. അവരതിൽ നിന്ന് പിന്മാറുന്നത് വരെ, ആ വിദ്വേഷം ഒഴിവാക്കുന്നത് വരെ, വെറുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് വരെ. അവ വെറുപ്പുണ്ടാകുക, മനുഷ്യർക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള വലിയ ഒരു കാരണമാണ്. കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസങ്ങളിൽ നമ്മുടെ കർമ്മം ഉണ്ടാവില്ല. ആ നമ്മൾ ആരാണ്? മനുഷ്യരോട് വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിക്കുന്നവർ, പ്രചരിപ്പിക്കുന്നവർ, വെറുപ്പുൽപാദകന്മാരെ, വിദ്വേഷ പ്രചാരകരെ, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അത് മാറ്റിവെക്കും. അത് ഒഴിവാക്കുന്നത് വരെ എത്ര നമ്മുടെ ആരാധനകൾ സ്വീകരിക്കേണ്ടതില്ലേ, കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടതില്ലേ.
മൂന്നാമത്തെ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന വർഷത്തിലൊരു ദിവസം. ഒന്ന് എല്ലാ ദിവസവും ഉയർത്തും. അസ്ർ നമസ്കാരത്തിന്റെയും സുബഹി നമസ്കാരത്തിന്റെ നേരത്ത് 2 തവണ നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സംസാരിക്കും. ആഴ്ചയിലോ എല്ലാ ആഴ്ചയിലും 2 ദിവസങ്ങൾ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ഉയർത്തും, വിദ്വേഷമുള്ള ആളുകൾ എന്നതൊഴികെ. മൂന്നാമത്തത് വർഷത്തിലൊരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ ഉയർത്തും. അതേതാ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചു ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകൾ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കുന്നത് റമളാൻ കഴിഞ്ഞ പിന്നെ ശഅബാനിലാണല്ലോ, അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന ഒരു മറുപടി, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. ഞാൻ നോമ്പുകാരനായിരിക്കും എന്റെ കർമ്മങ്ങൾ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നോമ്പുകാരനായിരിക്കും എന്റെ കർമ്മങ്ങൾ ഉയർത്താൻ അത് ഉയരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈ സന്ദർഭങ്ങളിൽ ആരാധനകളാൽ സമ്പന്നമായി, കർമ്മങ്ങളാൽ സമ്പന്നമായി ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന കർമ്മങ്ങളുള്ള വിശ്വാസികളായി നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വലാഇഖബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസല്ലി വനസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് രണ്ടാമതായും അതറിയിക്കുന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ ഉയർത്തുമ്പോൾ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നവരുടെയും പ്രകടിപ്പിക്കുന്നവരുടെയും മനസ്സിലുള്ളവരുടെയും അമലി സ്വാലിഹാത്തുകൾ അള്ളാഹു മാറ്റിവെക്കും എന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് ആവർത്തിച്ച് നമ്മുടെ മനസ്സുകളോട് ഓർമ്മപ്പെടുത്തേണ്ട ഒന്നാണ്. വെറുപ്പ് ഉൽപാദനത്തിന്റെയും വെറുപ്പ് പ്രചാരണത്തിന്റെയും ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ട നാടുകളിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുക എന്നത് ഒരു മര്യാദയുമില്ലാതെ തുടർന്നു വരുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. മതമേലധ്യക്ഷന്മാരും മതപ്രബോധകരും ഒന്നും അതിൽ നിന്ന് വ്യത്യസ്തരാകുന്നില്ല, മാറി നിൽക്കുന്നില്ല. ഒരു വിശ്വാസി എന്ന നിലയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും ശക്തമായി വെറുത്ത ഒരു കാര്യമാണ് വെറുപ്പുൽപാദനം എന്ന് പറയുന്നത്. മനുഷ്യരോട് വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നത്, മനുഷ്യരോട് വെറുപ്പ് വെച്ച് പുലർത്തുക എന്നത് അങ്ങേയറ്റം അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും വെറുപ്പുള്ള, ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരോടും, ശത്രുക്കളോട് പോലും എത്രത്തോളം കാരുണ്യം കാണിച്ച, കരുണ കാണിച്ച ഒരു പ്രവാചകന്റെ ജീവിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായിട്ടുള്ളത്. ആ പ്രവാചകൻ അനുയായികൾക്ക് വെറുപ്പുൽപാദകരാകാനും വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരാകാനും ഒന്നും ജീവിതത്തിൽ ഒരിക്കലും സാധ്യമല്ല. പരസ്പരം കുടുംബത്തിൽ മാതാപിതാക്കളും സമൂഹവും മക്കളും, മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുണ്ടാകുന്ന ഒരു കാലത്ത് മക്കളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ സ്നേഹത്തോടുകൂടി ജീവിക്കേണ്ട സഹോദരങ്ങൾ തമ്മിലുള്ള അനൈക്യങ്ങളുടെയും ചിത്രതകളുടെയും വാർത്തകൾ വല്ലാതെ നമ്മൾ അരോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്നേഹത്തിനും സൗഹൃദത്തിനും സംസാരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് ഏറെ പ്രത്യേകതകളും പ്രാധാന്യവും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും ഓർക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ശേഷം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഈ പ്രാർത്ഥന. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം. ഏതെല്ലാം കാര്യത്തിൽ? 3 കാര്യത്തിൽ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, എപ്പോഴും നിന്നെ ഓർക്കാൻ ഉള്ളൊരു തൗഫീഖ് നീ നൽകണം, അതിന് നീ എന്നെ സഹായിക്കണം. വശുക്രിക, എന്റെ ജീവിതത്തിൽ നീ എപ്പോഴും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണം.
പടച്ചോനൊരു നന്ദി നമ്മളത് ആലോചിച്ചു നോക്കുക. അള്ളാഹു നമുക്ക് ചെയ്യുന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ? നമുക്ക് ഓർക്കാൻ കഴിയുമോ? ഓരോ സെക്കൻഡിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മാറ്റിവെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? വഹ്സുന ഇബാദത്തി, നല്ല പ്രവർത്തനങ്ങൾ, നല്ല ആരാധനകൾ നിർവഹിക്കാൻ, ആരാധനകളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കാൻ കഴിയുന്ന അതിനെ എന്നെ നീ സഹായിക്കണം. അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവാണ്. അവനുമായുള്ള ബന്ധം നന്നാക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കണം. പടച്ചവനുമായിട്ടുള്ള ബന്ധം നന്നാക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ടുള്ള അബദ്ധം എന്താ? നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് ആരാണ്? നമ്മുടെ കർമ്മങ്ങൾക്ക് മാർക്കിടേണ്ടവൻ ആരാണ്? ഒന്നും നഷ്ടപ്പെടില്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോ മാലി ഹാദൽ കിതാബ് ലാ യുആദിറു സഗീറതൻ വലാ കബീറ, ഒന്നും ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെടും. എന്തൊരു ഗ്രന്ഥമാണ്, എല്ലാ ചെറുതും വലുതും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആയിരക്കണക്കിന് മനുഷ്യർക്കിടയിൽ മലക്കുൽ മൗത്ത് നമ്മെ തേടിയെത്തുമ്പോൾ, ആയിരക്കണക്കിന് വീടുകൾക്കിടയിൽ മലക്കുൽ മൗത്ത് നമ്മുടെ വീടിനെ തേടിയെത്തുമ്പോൾ, ആയിരക്കണക്കിന് കബറുകൾക്കിടയിൽ ഒരു കബറിൽ എന്നെയും നിങ്ങളെയും വെച്ച് മറമാടുമ്പോൾ, അതിന്റെ മുകളിൽ കല്ലുകൾ വെച്ച് ആ കബറടക്കുമ്പോൾ അടക്കപ്പെടാത്ത ഒന്നുണ്ട് എന്ന ഓർമ്മയുണ്ടാകണം. നാം പ്രവർത്തിച്ച നന്മകളുടെ ഓഹരികൾ ആ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ദിവസങ്ങൾ ഉണ്ടാകണം. അതിന് നന്മകൾ ചെയ്യാനും സൗഹൃദങ്ങൾ പുലർത്താനും സ്നേഹം സമൂഹത്തിന് നൽകാനും കരുണ സമൂഹത്തിന് നൽകാനും നമുക്ക് സാധിക്കണം. ഒരു കൂട്ടുകാരൻ സ്കൂളിലെ എത്ര സങ്കടകരമാണ്, നമുക്കിത് കണ്ടു നിൽക്കാൻ കഴിയുമോ? ഒരു കുട്ടി, ആ കുട്ടി അവന്റെ കൂട്ടുകാരെ വിളിക്കണം, നീ ഒന്ന് വാ, ഒന്ന് കാണാൻ, നീ ഒന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വാ. നമ്മളൊരു സുഹൃത്ത് വിളിക്കുമ്പോ എത്ര വിശ്വാസമായിരിക്കും അവനോട് ഉണ്ടാകുക. ചെല്ലുമ്പോ എന്നെ തല്ലല്ലേ, എന്നെ അടിക്കല്ലേ എന്ന് ആ കുട്ടി പറയുന്ന അവന്റെ കണ്ണുനീര്, അവന്റെ സങ്കടം എത്രയാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സുകളെ ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ആകാൻ കഴിയുക? സൗഹൃദത്തിന് വിലയില്ലാത്ത, സ്നേഹത്തിന് വിലയില്ലാത്ത മനുഷ്യർക്ക് ഒന്നിനും. കഴിഞ്ഞ ആഴ്ചയിലല്ലേ എറണാകുളത്ത് ഫ്ളാറ്റിൽ നിന്ന് നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ ചാക്കിലാക്കി ഒരു അമ്മ വലിച്ചെറിഞ്ഞ വാർത്ത നമ്മൾ കേട്ടത്. എങ്ങനെയാണ്? മരണവേദനയ്ക്ക് തുല്യമായ ഒരു വേദനയാണ് ഒരു കുഞ്ഞിനെ ഒരു അമ്മ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആ കുഞ്ഞിനെ ഒരു തുണിക്കട്ടത്തിൽ പൊതിഞ്ഞ് എത്രയോ നിലകളുള്ള ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ചവറ്റുകൂനയിലേക്ക് വലിച്ചെറിയാൻ എങ്ങനെ മനുഷ്യർക്ക് കഴിയും? മനുഷ്യർക്ക് അതിന് കഴിയുമോ? ആ കുട്ടിയുടെ കണ്ണുനീര്, ആ കുട്ടിയുടെ സംസാരമുണ്ട്. എന്റെ കൂട്ടുകാരാണ് അവര്, എന്റെ സൗഹൃദമല്ലേ, ഞാൻ എങ്ങനെ പോകാതിരിക്കും? ഒരു വിശ്വാസമല്ലേ? നമുക്ക് കുട്ടികളെ, നമ്മുടെ സൗഹൃദങ്ങളെ വിലവെക്കാൻ കഴിയണം. നമ്മുടെ ഇഷ്ടങ്ങളെ പരസ്പരം വകവെക്കാൻ കഴിയണം. +2 കാരന് +1 കാരനോട് ദേഷ്യം, 10ാം ക്ലാസ്സുകാരന് ജൂനിയറിനോട് ദേഷ്യം, ജൂനിയർ കുട്ടികൾക്ക് സീനിയർ കുട്ടികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. തല്ലും കലാപങ്ങളും. സ്കൂളിൽ ഒരു ആപ്തേ ഉണ്ടാകുമ്പോൾ, ഒരു ഫ്രഷേഴ്സ് ഡേ ഉണ്ടാകുമ്പോൾ, സ്കൂളിൽ ഒരു യാത്ര പറയുന്ന ദിവസം ഉണ്ടാകുമ്പോൾ, നാട്ടിലെ പോലീസുകാരും പട്ടാളക്കാരും സ്കൂളുകൾക്ക് മുന്നിൽ കാവൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകുന്നത്? നമുക്ക് വിശ്വാസികൾ എന്ന നിലയിൽ ഒരു സൗഹൃദത്തിനൊരു ആത്മാർത്ഥതയുണ്ടാകണം, അതിനൊരു വിലയുണ്ടാകണം, അതിനോടൊരു ഇഷ്ടമുണ്ടാകണം. അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസികളായി, നല്ല തഖ്വയുള്ളവരായി, സ്നേഹവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായി മാറാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാളിച്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.